വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് ലേഖനകർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നാവ്? ഈ നാവ് ഞാൻ എങ്ങനെ ഉപയോഗിക്കണം? ഈ നാവിലൂടെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ നാവ് എങ്ങനെ എന്നെ തിന്മയിലേക്ക് നയിക്കും? അതെല്ലാം ലേഖനകർത്താവ് വിശുദ്ധമായി അവിടെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1 മുതലുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും: എൻ്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ഈ 2 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുക. ലേഖനകർത്താവ് ഇങ്ങനെ പറയുന്നു: പ്രബോധകരാകാൻ നിങ്ങൾ എല്ലാവരും തുനിയരുത് എന്ന്. പ്രബോധനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും നാവിലൂടെ നാം പഠിപ്പിക്കുകയാണ്, നാം അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നാവ് ഉപയോഗിച്ചാണ് ഒരു വ്യക്തിയെ നാം പഠിപ്പിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ജീവിതം കൊണ്ട് പഠിപ്പിക്കും. അതിലുപരി പഠിപ്പീര ടീച്ചിങ് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും നാം ചെയ്യുക നാവ് വഴിയാണ്. അങ്ങനെയെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയുന്നൊരു കാര്യം, ഈ നാവിനെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രബോധകരുടെ നാവുകൾക്ക് പ്രത്യേകമായൊരു ശ്രദ്ധ ആ വ്യക്തി തനിക്ക് തന്നെ കൊടുക്കണം. എന്തു പറയണം, എന്തു പറയണ്ട. ഒരു ഏറ്റവും അധികം ആത്മനിയന്ത്രണമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്, അവൻ നാവിനെ നിയന്ത്രിച്ചിരിക്കും. ആരൊക്കെ ആത്മനിയന്ത്രണമുള്ള വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു, അവൻ നാവിനെ നിയന്ത്രിക്കണം. സ്വന്തം നാവിനെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്ക് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇന്ന് ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പാപത്തിൻ്റെ മേഖലകളെയും നാം പരിശോധിക്കുമ്പോൾ ശരീരത്തിൽ വരുന്ന പാപത്തിന് പിന്നിൽ പോലും ഈ നാവ് കൊണ്ടുള്ള രീതികളും സംസാരങ്ങളുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് 3:2 വചനം പറയുക: നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരിച്ച് തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും. ശരീരത്തിൽ വരുന്ന ജഡിക പാപങ്ങളുടെ പോലും ആരംഭം എന്ന് പറയുക സംസാരത്തിലാണ്. ഏറ്റവും ആദ്യം സംസാരിച്ച് തുടങ്ങി അത് വീണ്ടും വീണ്ടും വഴിവിട്ട് പാപബന്ധങ്ങളിലേക്ക് പോവുകയാണ്. ഇത് തിരിച്ചറിയുന്ന വ്യക്തിയാണ് പറയുന്നത് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ നാവിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി, ദൈവസ്തുതിയുടെ ഒരു അഭിഷേകം നാവിൽ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് തൻ്റെ ശരീരത്തെയും തൻ്റെ ആത്മാവിനെയും മനസ്സിനെയും കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് കഴിയുകയുള്ളൂ. വചനം നൽകുന്നവർ ഉപദേഷ്ടാക്കൾ മാത്രമാകരുത്. അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. ഇതൊരു കൽപ്പനയായിട്ടാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്തരുത്. അവർ വചനം പ്രസ്താവിക്കണം. അത് ജീവിതത്തിൽ അനുസരിക്കണം. വചനം പറയുന്നവർ അനുസരിക്കണം. ഇന്ന് ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ഈ നാവിന് പറ്റും. ഒരു കുഞ്ഞ് നെഗറ്റീവ് ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ മതി. ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു അഭിപ്രായം വിളിച്ചു ചോദിക്കുമ്പോൾ ഒരുപക്ഷെ സത്യത്തിലുള്ളതാണ് എങ്കിൽ പോലും അവർക്ക് വേദനയുണ്ടാകുമെങ്കിൽ നിശബ്ദമായി അവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് കൂടുതലായി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്ലിയർ ആക്കുകയാണ് എങ്കിൽ ഒരു പരിധി വരെ നാം തിന്മയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. നമ്മെ സേവ് ചെയ്യാനും ഈശോ ആരെയെങ്കിലും ഒക്കെ നിർത്തുമെന്ന് ജീവിതത്തിൻ്റെ വഴികളിൽ മനസ്സിലായിട്ടുണ്ട്. 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കും: എന്താണ് നാവ്? നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൻ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തവുമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായി അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു.
ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? ഇവിടെ യാക്കോബ് ശ്ലീഹ നാവിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുമ്പോൾ വാക്കിൽ തെറ്റാതിരിക്കാൻ സ്വയം നിയന്ത്രണം ഉള്ളവരായി നമ്മൾ മാറണം. അങ്ങനെ നാവിനെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രധാനപ്പെട്ട സവിശേഷത കടന്നു വരും. അവർ ആത്മീയ പക്വത ഉള്ളവരായിരിക്കും. ആത്മീയ പക്വതയുള്ള ഒരു വ്യക്തിയുടെ നാവിനെ നിയന്ത്രിക്കാൻ അവന് പറ്റും. ഇവിടെ 3 ദൃഷ്ടാന്തങ്ങൾ നാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നാവ് വളരെ ചെറുതാണ്, പക്ഷെ അതിന് വലിയ ശക്തിയുണ്ട്. 2, കുതിരയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൺ ആണ് എന്ന് പറയുക. നാവിനെ ഉപയോഗിക്കുമ്പോൾ പറയുക, കുതിരയെ ഒരു കുഞ്ഞു കടിഞ്ഞാണ് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഈ നാവ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ, എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ഞാൻ എൻ്റെ നാവിനെ നിയന്ത്രിച്ചാൽ മതിയെന്ന് യാക്കോബ് ശ്ലീഹ ഉപമകളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തീക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒരു കുഞ്ഞു തീപ്പൊരി കൊണ്ട്. അതുപോലെ ഈ നാവിൻ്റെ കുറേ അധികം കുറവുകൾ, ഈ നാവിന് ഇതുപോലെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ കഴിയും, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിയും, തകർത്ത് കളയാൻ, ചില വ്യക്തിയുടെ ജീവിതങ്ങളെ നാമാവശേഷമാക്കാൻ പോലും നമുക്ക് പറ്റും. ഈ നാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാവ് കൊണ്ട് പറയുന്നത് എപ്പോഴും വചനമെങ്കിൽ, വാക്കുകളെങ്കിൽ, വചനമായ യേശുവിനെ ധരിച്ചാൽ എനിക്ക് എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റും. കാരണം വചനമാകുന്ന യേശുവിൻ്റെ വചനങ്ങൾ നാം എവിടെയൊക്കെ പറയുന്നോ അത് അതേപടി അവിടെ സംഭവിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും വചനം പറയുമ്പോൾ സംഭവിക്കുന്നതെങ്കിൽ ആ യേശുവിൻ്റെ വചനം എൻ്റെ ജീവിതത്തോട് ഞാൻ സ്വീകരിക്കാൻ ഞാൻ യേശുവിനെ ധരിച്ചാൽ മതി. എൻ്റെ ഉള്ളിൽ ഞാൻ യേശുവിനെ ധരിച്ചാൽ മതി. എനിക്ക് എൻ്റെ നാവിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതിന് നമ്മുടെ ഹൃദയം ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരണം. ഒരിക്കൽ ഒരു വൈദികൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഹൃദയത്തിൻ്റെ 4 അറകൾ അദ്ദേഹം ഇങ്ങനെ വരച്ചു കാണിച്ചു. എന്നിട്ട് അതെല്ലാം ഒരു ഷെൽഫ് പോലെ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് പറഞ്ഞു, ഈ ഹൃദയത്തിലെല്ലാം ഇപ്പോൾ കുശുമ്പും കുന്നായ്മയും ദേഷ്യവും വെറുപ്പും അഹങ്കാരവുമാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം കലഹിക്കുകയാണ്, നിങ്ങൾക്ക് ഐക്യമില്ല. ഒരു കാര്യം ചെയ്യണം, ഈ ഷെൽഫിൽ നിന്ന് ഇതെല്ലാം എടുത്തു മാറ്റണം. ഈ ഹൃദയത്തിൻ്റെ അറയിൽ നിന്ന് ഇതെല്ലാം എടുത്തു മാറ്റിയിട്ട് അവിടെയെല്ലാം വചനം നിറച്ച് വെക്കുക. ഹൃദയത്തിൻ്റെ 4 അറകളിലും വചനം നിറഞ്ഞിരിക്കട്ടെ. പിന്നെ ആരെക്കുറിച്ചും കുറ്റം പറയാൻ പറ്റില്ല എന്ന്. കുറ്റം പറയാത്ത, നാവിനെ നിയന്ത്രിക്കുന്ന വ്യക്തി ആത്മീയ പക്വതയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒരു വ്യക്തി കുറ്റം പറയാതെ 50 ദിവസം ഒരു ആളുടെയും കുറ്റം പറയാതെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ പോലും അറിയാതെ ഒരു സ്വർഗീയ അഭിഷേകം അവനിലേക്ക് വരും. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, എപ്പോഴും കുറ്റം എന്ന രീതി എനിക്കുണ്ട്, അതുകൊണ്ട് 50 ദിവസത്തേക്ക് ആരുടെയും കുറ്റം ഞാൻ പറയുന്നില്ല. സാധാരണ സിസ്റ്റർ, വലിയ കൃപകളോ ദാനങ്ങളോ വലിയ അഭിഷേകങ്ങളോ ഗിഫ്റ്റുകളോ ഒന്നുമില്ലാത്ത സിസ്റ്റർ. പക്ഷേ ഈ കുറ്റം പറയാതെ സിസ്റ്റർ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ സിസ്റ്ററിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തൊട്ട് വസിക്കുന്ന അനുഭവം. ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാൽ ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതവിടെ സംഭവിക്കുകയാണ്. ഇത് ചെയ്തോ, ഈശോ നിനക്ക് വേണ്ടി ഇടപെട്ടുകൊള്ളും എന്ന് പറയുമ്പോഴേ അവിടെ സംഭവിക്കുകയാണ്. ഈ സിസ്റ്ററിനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ സിസ്റ്ററിനെ കാണാനായിട്ട് ഈ കഴിഞ്ഞ ഇടയിൽ ഓഗസ്റ്റ് മാസം 15 തീയതി ഒരു വ്യക്തി വരികയാണ്. പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നത്. പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ആ മനുഷ്യൻ തൻ്റെ ഭാര്യ മാനസിക രോഗിയും കൊണ്ടാണ് വരുന്നത്. ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചേ, എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാനായിട്ട് പറഞ്ഞു. പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സിസ്റ്ററിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഇത്രയേ ഉള്ളൂ, 2 വാക്കുകൾ: ബിസിനസ് ഒന്നും വേണ്ട, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഈശോ തരും. ബിസിനസ് ചെയ്തില്ലെങ്കിൽ ജീവിതം തകർന്നു പോകും, കടക്കെട്ടിലാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഈശോ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം തിരിച്ചുപോയി. പക്ഷേ ഓഗസ്റ്റ് മാസം 16, 17, 18 തീയതികളിൽ കേരളക്കര മുഴുവൻ പ്രളയം വന്നു. താൻ താമസിക്കുന്ന വീട് മുഴുവൻ പ്രളയത്തിൽ മുങ്ങി ആകമാനം ബുദ്ധിമുട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അദ്ദേഹം പോവുകയാണ്. സ്ഥലം മുഴുവൻ വെള്ളം കയറി. ഭാര്യയുടെ മാനസിക രോഗത്തിൻ്റെ അവസ്ഥകൾ വയലൻ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ബന്ധുക്കൾ വന്ന് സ്വന്തം അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ താമസിക്കുന്ന ഒരാഴ്ച കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് വിശ്വാസം പോലും നഷ്ടപ്പെടുകയാണ്. ബിസിനസ് ചെയ്യാനായിട്ട് പ്രാർത്ഥിച്ച് ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ മെസ്സേജ് വേണ്ടെന്ന ഈശോ 2 കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു: പുതിയ ആകാശവും പുതിയ ഭൂമിയും.
എവിടെ പുതിയ ആകാശം പുതിയ ഭൂമിയും? തൻ്റെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു പോയ വ്യക്തിക്ക് പുതിയ ആകാശം പുതിയ ഭൂമിയും എവിടെ നിന്ന് കിട്ടാനാ? പക്ഷേ കർത്താവ് ആ പ്രാർത്ഥിക്കുന്ന സിസ്റ്ററിലൂടെ പറഞ്ഞത് സംഭവിച്ചെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ബന്ധുക്കൾ പറഞ്ഞു 2.5 ലക്ഷം രൂപ തരാം, എവിടെയെങ്കിലും പോയി ഒരു വാടക വീടെടുത്തു. പക്ഷേ അദ്ദേഹം വാടക വീട് നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല. ഒരാഴ്ച കൂടി വീണ്ടും പിന്നോട്ട് പോയപ്പോൾ ഇത്തിരി അകലത്തിലുള്ളൊരു ബന്ധു ഫോൺ വിളിച്ചിട്ട് പറയുക, നിങ്ങൾക്ക് ഞാൻ 75 ലക്ഷം രൂപ തരാം. ഞാൻ മിലിറ്ററിയിലായിരുന്നു, ഞാൻ സേവ് ചെയ്തിരിക്കുന്ന 75 ലക്ഷം രൂപയുണ്ട്. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, എനിക്ക് ബാധ്യതകളൊന്നുമില്ല. പക്ഷെ നിൻ്റെ ദുരിതം അതെന്നെ വേദനിപ്പിക്കുന്നു. എൻ്റെ മനസ്സിൽ ആരോ പറയുക, ഇത് നിനക്ക് കൊടുത്തേക്കാൻ. ഈ കേരളക്കരയിൽ എവിടെ നിനക്ക് വീട് വേണോ, എവിടെ നിനക്ക് സ്ഥലം വേണോ, അത് നീ മേടിച്ചോ. എൻ്റെ 75 ലക്ഷം രൂപയും നിനക്കുള്ളതാ. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് വരികയാണ്. നാവിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച് 50 ദിവസം ആരുടെയും ഒരു കുറ്റം പോലും ഒരു തിന്മ പോലും പറയാതെ നന്മ മാത്രം പറഞ്ഞ് യേശുവിൻ്റെ അടുത്തിരുന്ന് യേശുവിനെ സ്തുതിച്ചപ്പോൾ ഒരു സാധാരണ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ യേശു സിസ്റ്ററിൻ്റെ കരങ്ങൾ വഴി മനുഷ്യ ജീവിതത്തിൽ ചെയ്തൊരു അത്ഭുതമാണ് ഈ ഓഗസ്റ്റ് മാസം സംഭവിച്ചത് ഞാൻ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ നാവ് തീയാണ്. പക്ഷെ ഈ നാവിലൂടെ ദൈവത്തിൻ്റെ തീജ്വാലകളുടെ മെസ്സേജ് കൊടുക്കാൻ പറ്റിയാൽ അത് ഈ ലോകത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. തീ സാധാരണ എല്ലാം നശിപ്പിച്ച് കളയുന്നത് പോലെ യേശുവിൻ്റെ വചനം എൻ്റെ നാവിലൂടെ ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തിന്മയുടെ കെട്ടുകൾ, അഴിയാത്ത വാതിലുകളൊക്കെ തുറക്കുന്ന മേഖലകൾ യേശു ചെയ്തു തരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് എൻ്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ വചനം വായിക്കാൻ തുടങ്ങണം. വചനം വായിച്ച് വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് എൻ്റെ അതിർത്തിൻ്റെ പിന്നെ വരുന്നത് മൊത്തം ദൈവിക സന്ദേശങ്ങളായിരിക്കും. വിശുദ്ധ മത്തായി 12:34 പറയും, ഹൃദയത്തിൽ തികവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നു എന്ന് വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ദുഷിച്ച സംസാരം മലിന വസ്തുക്കൾക്ക് തുല്യമാണെന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളാരും നാവുകൊണ്ട് പാപം ചെയ്യുന്നവരാകരുത്. നാവുകൊണ്ട് പാപം ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മൾ ചെത്തുപെടാനായിട്ട് പാടില്ല. നമുക്ക് അറിയാൻ പറ്റും യെശയ്യാ പ്രവാചകൻ്റെ ജീവിതം. യെശയ്യാ പ്രവാചകൻ്റെ ദൈവദർശനം കിട്ടുന്നത് 6-ാമത്തെ അധ്യായത്തിലാണ്. ദേവാലയത്തിൽ ചെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വസ്ത്രാഞ്ചലം കൊണ്ട് ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. 1 മുതൽ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. 5-ാമത്തെ വചനത്തിൽ ദൈവ സാന്നിധ്യം ദർശിച്ച യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു വചനമുണ്ട്. എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ഞാൻ ദർശിച്ചിരിക്കുന്നു. പ്രവാചകൻ ഇവിടെ ദൈവത്തെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ അധരങ്ങളിലെ തിന്മ അദ്ദേഹത്തിന് ബുദ്ധിപ്പെടുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അധരങ്ങളിൽ വരുന്ന തിന്മകൾ എൻ്റെ ജീവിതത്തെ എനിക്ക് ബോധ്യപ്പെടുത്തി തരാൻ തുടങ്ങും. അപ്പോൾ ഈ പ്രവാചകനെ പോലെ പറയണം, ഞാൻ അശുദ്ധമായ അധരങ്ങളുടെ മധ്യം നിൽക്കുന്നവനാ. ഈ ഭൂമിയിൽ ആർക്കും നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കാൻ പറ്റില്ല. സഹായിക്കാൻ പറ്റുന്ന, എൻ്റെ നാവിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഏക വ്യക്തി ദൈവമാണെന്ന് വചനത്തിൽ ഇങ്ങനെ പറയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയും, അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീ കനലുമായി എൻ്റെ അടുത്തോട്ട് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അധരത്തിൽ നാവിൽ വന്നിരിക്കുന്ന അശുദ്ധി ദൈവം തന്നെ ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ യെശയ്യാ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി യാത്രയാവുകയാണ്. ഇനി ആരെയാണ് ഞാൻ അയക്കുക? ഇത് എന്നെ അയച്ചാലും ഞാൻ പോകാം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ പറയുന്ന ഈ പ്രവാചകൻ്റെ അധരത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ദാസനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ തക്ക വിധത്തിൽ അദ്ദേഹത്തെ ദൈവം രൂപപ്പെടുത്തിയത്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ ചെന്ന് അശുദ്ധമായ അധരങ്ങളെക്കുറിച്ച്, നാവിനെക്കുറിച്ച്, തൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞപ്പോൾ പ്രവാചകൻ്റെ നാവുകളെ ദൈവം തന്നെ മാലാഖ വഴി ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രവാചകനാണ് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച്, കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്, കർത്താവിൻ്റെ പ്രിയപ്പെട്ട സഹനദാസനെക്കുറിച്ച് പ്രവചിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാവിനെ ഞാനൊന്ന് വിശുദ്ധീകരിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ മൂലം ആരെങ്കിലുമൊക്കെ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് കണ്ണുനീരോടെ അശുദ്ധി പറ്റിപ്പോയി, തിന്മ പറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെ വിശുദ്ധീകരിക്കുമ്പോൾ എൻ്റെ നാവിൽ ദൈവം ചേർത്ത് വയ്ക്കുന്ന അഭിഷേകം ഈ കാലഘട്ടത്തിന്
സ്വീകരിക്കാൻ പറ്റുന്ന അപ്പുറത്തേക്കാണ്. അന്ന് ആ കാലഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞതൊന്നും അന്നല്ല സംഭവിച്ചത്. വരും കാലങ്ങളിൽ യേശുവിൻ്റെ രക്ഷാക ചരിത്രത്തിൽ സംഭവിച്ചതുപോലെ ഒരു പ്രവാചകനായി മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ദൈവ സന്ദേശം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്: നാവിനെ നിയന്ത്രിക്കണം. ആരുടെയും കുറ്റം പറയരുത്. പറ്റിപ്പോയ പിഴവുകളെ യേശുവിൻ്റെ അടുക്കലേക്ക് ചേർത്ത് വെച്ചിട്ട് വിശുദ്ധീകരിക്കാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നിന്റെ നാവ് യേശുവിൻ്റെ നാവായി മാറും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15:19 വചനം പറയും: വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. ദൈവം വ്യക്തമായി പറയുക, വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ അധരം കൊണ്ട് പറഞ്ഞു പോകുന്ന, നാവ് കൊണ്ട് ചെയ്തു പോകുന്ന കുറവുകളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നാവായി നമ്മൾ മാറും. പിന്നെ നമ്മൾ പറയുന്ന വചനങ്ങൾ ദൈവിക സന്ദേശങ്ങളായി മാറും. ഒരമ്മ എപ്പോഴും കുഞ്ഞിനെ ശപിക്കുന്ന വ്യക്തിയായിരിക്കും, എപ്പോഴും കുഞ്ഞിനോട് ശാപവാക്കുകൾ ഉച്ചരിക്കുന്ന വ്യക്തിയാകും. ആ കുഞ്ഞിന് അമ്മയുടെ ഒരു സ്നേഹം തോന്നില്ല. എന്നാൽ ഇന്ന് മുതൽ അമ്മ ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണേ കർത്താവേ, ഇനി ഞാൻ നിശബ്ദയാവും. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് അനുസരണമില്ലാത്ത കുഞ്ഞ് മാനസാന്തരം കടന്നു വരുന്നത് കാണാൻ പറ്റുക. പിന്നെ നീ ഒരു വാക്ക് നിന്റെ നാവിൽ ദൈവം അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ നീ പറയുന്നൊരു കുഞ്ഞ് അനുസരിക്കാൻ തുടങ്ങും. ചില ചേച്ചിമാർ ഫോൺ വിളിക്കുമ്പോൾ പറയും, ചേട്ടൻ ഭയങ്കര മദ്യപാനിയാണ്, കുടിയനാണ്, ചീത്തയാണ്, ശരിയല്ല, തെറ്റാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ചേച്ചി മദ്യപാനത്തിൻ്റെ ആസക്തി അവരിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചേച്ചി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്: ഇനി ഒരിക്കലും ഈ ഭർത്താവിൻ്റെ കുറ്റം ആരോടും പറയില്ലെന്നൊരു തീരുമാനമെടുക്കുക. ഇനി ഒരിക്കലും ഞാൻ പറയില്ല എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം ആരോടും. ഇന്നു മുതൽ ആ ഭർത്താവിൻ്റെ കുറ്റം പറയാതെ നന്മ പറഞ്ഞ് ശീലിക്കാൻ തുടങ്ങുക. അവിടെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന്, കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന ജീവിതങ്ങളെ കാണാനായിട്ട് നമുക്ക് പറ്റും. പ്രിയപ്പെട്ടവരെ, നാവിനെ ദൈവം ഏറ്റെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാവിനെ ദൈവം ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ നാവായി മാറണം. അനേകർക്ക് ആശ്വാസം പകരാൻ ഈശോ നിനക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാവിനെ. സംസാരിക്കാത്ത കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നമുക്കറിയാം. അവരുടെ അപ്പന്മാരുടെയും അമ്മമാരുടെയും വേദനകൾ നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈശോ എനിക്കൊരു നാവ് തന്നിട്ട് ആ നാവിനെ ഞാൻ ദുരുപയോഗിക്കുന്നെങ്കിൽ, ആ നാവിനെ വേണ്ട വിധത്തിൽ നന്മ ചെയ്യാനും വചനം പറയാനും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെക്കുറിച്ച് കുറേ കൂടി ഹെൽപ്പ് ചെയ്യാനും എനിക്ക് ഉപകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം വ്യർത്ഥാവിലായി മാറിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ യന്ത്രം കണക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാവിനെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റണം. ജീവജലത്തിൻ്റെ അരുവി പുറപ്പെടുന്ന അവസ്ഥയിൽ എൻ്റെ നാവിൽ നിന്ന് എന്തു പറഞ്ഞാലും അതൊരു അഭിഷേകമായി മാറാൻ തുടങ്ങണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിൽക്കുന്ന വക്താക്കളായി മാറാൻ ഇന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രവാചകരായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ദൈവം ഇടപെടും. സാമൂൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 10-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിച്ച് കടന്നു പോകും. സാവൂലിനെ രാജാവായി അവരോധിക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണ് അവൻ. സാധാരണ മനുഷ്യൻ, അവൻ്റെ ദൈവത്തിൻ്റെ നിശ്ചയം അനുസരിച്ച് സാമൂൽ അവനെ ഒലിവെണ്ണയൊക്കെ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രവാചകൻ കുറേ ഉപദേശങ്ങൾ അവന് കൊടുത്തിട്ട് അവനോടൊരു കാര്യം പറയും: നീ ഒരു മലയിലേക്ക് ചെല്ലണം, അവിടെ കുറേ പേര് ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് നീ കാണും. അപ്പോൾ ആ സമയത്ത് നിന്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവസിക്കും. അപ്പോൾ നീയും പ്രവചിക്കാൻ തുടങ്ങും, നീയും മറ്റൊരു മനുഷ്യനായി മാറും. പ്രിയപ്പെട്ടവരെ, നാവിനെ ആരൊക്കെ ദൈവകരങ്ങളിലേക്ക് വെച്ച് കൊടുക്കുന്നോ അവരുടെ ജീവിതത്തിന് മറ്റൊരവസ്ഥയുണ്ടാകാൻ പോണേ. അതുപോലുള്ള സാധാരണ മനുഷ്യനായ സാവൂളല്ല, പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആധികാരികത വരികയാണ്. രാജാവായി അവൻ മാറിയത് അതിനുശേഷമാണ്. അവൻ്റെ വാക്കുകളെ ജനങ്ങൾ ബഹുമാനിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ്. ഇന്ന് ഭാര്യയെ ഭർത്താവ് ബഹുമാനിക്കുന്നില്ല, ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കുന്നില്ല. നിർബന്ധിച്ച് ബഹുമാനമൊന്നും മേടിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. മറിച്ച് ഞാൻ ആദ്യം എൻ്റെ നാവിനെ ദൈവിക വചനങ്ങൾ കൊണ്ട് നിറച്ച് ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് എൻ്റെ നാവിനെ ഞാൻ നിറയ്ക്കണം. അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ അതേപടി സ്വീകരിക്കാൻ കർത്താവ് അവരുടെ ഹൃദയത്തെ തുറക്കാൻ തുടങ്ങും. കുഞ്ഞുങ്ങളെ അടിച്ചും അവരെ വഴക്കു പറഞ്ഞും ശപിച്ചുമല്ല നാം പഠിപ്പിക്കാനായിട്ട് നിർത്തേണ്ടത്. മറിച്ച് ഞാൻ ഏത് നിലയിലാണ് നിൽക്കുന്നത്, ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്, എന്ത് ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ എൻ്റിലേക്ക്, എൻ്റെ നാവിലേക്ക് ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. അവിടെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാൻ തുടങ്ങും. അനുസരണമുള്ള കുഞ്ഞുങ്ങളെപ്പോലെ അവരെൻ്റെ ഒപ്പം വരാൻ തുടങ്ങും. വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായി നമുക്ക് മാറ്റാൻ പറ്റണം. ഉപ്പിടുമ്പോൾ രുചി പകരുന്നത് പോലെ നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയും:
നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പൗലോസ്ലീഹ വ്യക്തമായി പറയുകയാണ്. സഭയ്ക്ക് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്: സംസാരം, എൻ്റെ വാക്ക്, എൻ്റെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കണം. ഓരോരുത്തരുടെയും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങുകയാണ്. അമ്മായിയമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇവളെ പിടിച്ചു നിർത്തണം, അതാണ് അവരുടെ ആവശ്യം. പ്രിയപ്പെട്ടവരെ, സംസാരിച്ചു വരുമ്പോൾ അവൾ പറയുകയാണ്, എന്നെക്കൊണ്ട് സഹിച്ചു മടുത്തു എന്ന് പറഞ്ഞ അമ്മയുടെ വാക്കുകൾ ക്ഷമിച്ചിട്ട് മറക്കാൻ പറ്റാത്ത കണ്ണുനീര് വാർക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാനിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തും. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചു വെച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് പറയുമ്പോൾ അത് അലങ്കരിക്കപ്പെട്ട വാക്കായി മാറണം. മറ്റുള്ളവർക്ക് സൗമ്യതയും സ്നേഹവും കരുണയും സന്തോഷവും പകരുന്ന വാക്കുകളായി മാറണം. ആപ്പിൾ പഴം പോലെയാകണം എന്ന് പറയുമ്പോൾ, സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണെന്ന് പറയുമ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കും: ഞാൻ പറഞ്ഞു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുമ്പിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. ഈ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. സങ്കീർത്തകൻ പറയുക, മനുഷ്യൻ്റെ ജീവിതം നിഴല് പോലെ കടന്നു പോകും. വളരെ ചുരുങ്ങിയ കാലം മാത്രം നമുക്കുള്ളപ്പോൾ സങ്കീർത്തകൻ്റെ പുസ്തകം 39-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുക: ഞാൻ പറഞ്ഞു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുമ്പിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. സ്വയം നിയന്ത്രിച്ച്, നാവിനെ നിയന്ത്രിച്ച് കർത്താവിൻ്റെ നാവായിട്ട് മാറാനാ ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുക. പ്രവാചകരെ പോലെ അഭിഷേകമുള്ള വാക്കുകൾ പറയാൻ, അനേകർക്ക് ആശ്വാസം പകരാൻ, ഈ ലോകത്തിൽ കർത്താവിൻ്റെ പ്രവാചകരായി മാറാൻ യേശു ഓരോ ക്രിസ്ത്യാനിയും വിളിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലും സാവൂൾ മലയിലേക്ക് ചെന്നപ്പോൾ അവിടെ അനേകർ പ്രവചിച്ചു കൊണ്ടിരുന്നത് പോലെ ഈ കാലഘട്ടത്തിലും അനേക ജനതകൾ പ്രവചിക്കണമെങ്കിൽ അവരുടെ നാവിൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം വരണം. വരും കാലങ്ങളിൽ കർത്താവിൻ്റെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ച് പ്രവചിക്കാൻ, യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അങ്ങനെയെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം: കർത്താവെ, എൻ്റെ നാവിനെ നിയന്ത്രിക്കാനും എൻ്റെ നാവിനെ നീ വിശുദ്ധീകരിക്കാനും നീ ഇടയാക്കണം. നീ എൻ്റെ അടുത്തോട്ട് വരണം, എൻ്റെ നാവിനെ അഭിഷേകം ചെയ്യണം, എൻ്റെ സംസാരം കരുണാമസൃണമായി മാറണമെന്ന്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന് പുഷ്ടിയുണ്ടാകും. അനേകർക്ക് നന്മ ചെയ്യാൻ നിനക്ക് പറ്റും. നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരു വാക്ക് പറയുമ്പോൾ ഇന്ന ദിവസം ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ തക്ക വിധത്തിൽ നിൻ്റെ നാവിനെ അഭിഷേകം ചെയ്യാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ, ഇത് ഞാൻ പറയണോ? ഒരു മിനിറ്റ് ചിന്തിക്കണം. ഒരു വ്യക്തി എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഇത് ഞാൻ ഇവരോട് പറയണോ? കർത്താവെ, നാവിനെ നിയന്ത്രിക്കാൻ കൃപ തരണം. അങ്ങനെ എത്രയോ മക്കളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അനുദിനം ദൈവകരുണയിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവമക്കളുടെ ജീവനുള്ള ഭാവം നമുക്ക് കിട്ടും. ജീവൻ്റെ വചനം ലഭിച്ചവരെ അത് നമ്മൾ മറ്റുള്ളവരുടെ നാശത്തിനായിട്ടല്ല ഉപയോഗിക്കേണ്ടത്. നാവിലൂടെ ജീവൻ്റെ വചനം തന്നെ കൊടുത്ത് ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റണം. യോഹന്നാൻ 10:19 പറയുന്നത് പോലെ, ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ഇത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് ഈശോ പറഞ്ഞെങ്കിൽ ഈശോയെ ധരിച്ചുകൊണ്ട് എൻ്റെ നാവിലൂടെ മറ്റുള്ളവർക്ക് ജീവൻ പകരാൻ, സമൃദ്ധമായി പകരാൻ ഈശോയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ കൃപയ്ക്കായി ഈശോയുടെ മുമ്പിലെ കൈകൾ കൂട്ടിപ്പിടിക്കാം. നല്ല ഈശോയെ, ഇന്ന് നിൻ്റെ വചനങ്ങൾ പങ്കുവയ്ക്കാൻ, നിൻ്റെ നന്മകൾ ലോകത്തിൽ പറയാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ നീ എൻ്റെ നാവിനെ ഉപയോഗിക്കണം. എത്രയോ മക്കൾക്ക് സംസാര ശക്തിയില്ലാത്തപ്പോൾ നീ തന്ന സംസാര ശക്തിയോർത്ത് നന്ദി പറയുമ്പോൾ, കർത്താവെ, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കത്തക്ക വിധത്തിൽ എൻ്റെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട്, എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് പാപവഴികളിൽ പോകാതിരിക്കുവാൻ കർത്താവെ എന്നെ തന്നെ കീഴടക്കി വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞ് അങ്ങയുടെ നാവായി മാറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.